ഹലോ. 4 ദിവസത്തെ നൈറ്റ് ഓഫിന് ശേഷം ബിരിയാണി കഴിക്കാൻ ആഗ്രഹം. സോ ഉണ്ടാക്കിയേ പറ്റുള്ളൂ. അപ്പോൾ ഇച്ചായൻ പറഞ്ഞ് ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ചിക്കൻ ആദ്യം മാറിനേറ്റ് ചെയ്ത് വെച്ച് ഫ്രൈഡ് ഓണിയൻ, സ്പൈസസ്, ഓൾ സ്പൈസസ്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, മിൻറ്റ്, മല്ലി എല്ലാം കൂടി ഇട്ടിട്ട് ഞങ്ങൾ മാറിനേറ്റ് ചെയ്ത് വെച്ചു. ഗ്രേവി ഉണ്ടാക്കാനായിട്ട് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, സവോള, തക്കാളി എല്ലായിട്ടും വരട്ടി ചിക്കനും ഇട്ട് വേവിച്ചു. അപ്പോൾ ഈ സൈഡിൽ അപ്പുറത്തെ സൈഡിൽ ഞങ്ങൾ റൈസും വേവിച്ചു. റൈസ് ഞങ്ങൾ പറ്റിച്ചെടുത്തു. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, സ്പൈസസും ഇട്ട് വേവിച്ച് ഞങ്ങളൊരു അരമണിക്കൂർ ദം ചെയ്തു. ദം ചെയ്തിട്ട് ഞങ്ങൾ എന്താ പറയുക, അതിനുള്ള സൈഡ്സൊക്കെ ഉണ്ടാക്കി. സൈഡ്സ് ഉണ്ടാക്കിയത് ഞങ്ങൾ സലാഡ് ഉണ്ടാക്കി, പിന്നെ അച്ചാറുണ്ടായിരുന്നു, നാരങ്ങ അച്ചാറുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ മുട്ട പുഴുങ്ങി. നമ്മുടെ നാട്ടിലൊക്കെ പണ്ടൊക്കെ ബിരിയാണിക്ക് മുട്ട ഉണ്ടായിരുന്നു, ഇപ്പം ഇല്ലല്ലോ. അപ്പോൾ ആ കാര്യം പറഞ്ഞപ്പോൾ മുട്ടയും പുഴുങ്ങി ഞങ്ങൾ. പിന്നെ ഞങ്ങൾ മാങ്ങാച്ചമ്മന്തി ഉണ്ടാക്കി. മാങ്ങാച്ചമ്മന്തി ബിരിയാണിയുടെ കൂടെ നല്ലൊരു കോമ്പിനേഷനായിരുന്നു കേട്ടോ. മാങ്ങാച്ചമ്മന്തിയും പപ്പടവും റൈത്തയും പിന്നെ ലാസ്റ്റ് നല്ല ഒന്ന് സെറ്റാകാൻ വേണ്ടി ഒരു മിൻറ്റ് ചായയും കൂടെ കുടിച്ച് ഞങ്ങളുടെ ഇന്നത്തെ ഈവനിങ് നന്നായിട്ട് ഞങ്ങൾ എന്താ പറയുക എൻഡ് ചെയ്തു. നല്ലൊരു മൂവിയും കണ്ടു ഇതിൻ്റെ ഇടയ്ക്ക്. സോ ഇനിയും ഞങ്ങളുടെ കുക്കിംഗ് വീഡിയോയും വലിയ പെർഫെക്റ്റ് കുക്കിംഗ് വീഡിയോ ഒന്നുമല്ല, എങ്കിലും ഞങ്ങളുടെ ചെറിയ ചെറിയ കുക്കിംഗ് വീഡിയോ ഒക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.